ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ബീഫ് പെരളനാണ് കേട്ടോ. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പിയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 1 കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഇവിടെ ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ലെമണിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് വിട്ടുപോയിരുന്നു. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയി. നമുക്ക് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാനിവിടെ 7 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ അരക്കപ്പിന് താഴെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിൽ കനം കുറച്ചരിഞ്ഞ തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 ബിഗ് സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാരണം അടിയിൽ തേങ്ങാക്കൊത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി സവാള പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഉള്ളി നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്, കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. അങ്ങനെ തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് നമ്മുടെ അരപ്പിൽ നല്ല എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടാണ് ഇത് കുക്കായി കിട്ടിയിരിക്കുന്നത്. ആ വെള്ളത്തോടു കൂടി തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ബീഫ് ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് വേണം ഇനി ബാക്കി കുക്കാകാനായിട്ട്. ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലെ ഗ്രേവിയൊക്കെ കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകിയിട്ട് ബീഫ് നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ബീഫ് പെരളൻ തയ്യാറാക്കുന്നത്. ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ കുറേ ബീഫിൻ്റെ റെസിപ്പികൾ ചാനലിൽ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെരളൻ തയ്യാറായി കഴിഞ്ഞു. ഇരിക്കും തോറും ഇത് ഒന്നുകൂടി തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്തിന് നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.